നമസ്കാരം. ഫോട്ടോവൈഡ് മാഗസിൻ്റെ ഫോട്ടോഗ്രാഫി വാരാന്ത്യ വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഫോട്ടോവൈഡ് മാസിക ഒരു വാർത്താ അധിഷ്ഠിത ചാനലിന് തുടക്കം കുറിക്കുകയാണ്. ഫോട്ടോഗ്രാഫി സംബന്ധമായ പുതിയ വാർത്തകളും വിശേഷങ്ങളുമാണ് ചാനലിലൂടെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കാൻ പോകുന്നത്. ആഗോള വിപണിയിൽ പുതിയതായി അവതരിപ്പിക്കപ്പെടുന്ന ഫോട്ടോഗ്രാഫി ഉൽപ്പന്നങ്ങളും അവ സൃഷ്ടിക്കുന്ന തരംഗങ്ങളും യഥാസമയം പ്രേക്ഷകരുടെ മുന്നിലെത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് ഫോട്ടോവൈഡ് മാസികയുടെ മാനേജിംഗ് എഡിറ്റർ എ പി ജോയി അറിയിച്ചു. ആദ്യ ചുവടുവെപ്പ് എന്ന നിലയിൽ തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടായേക്കാമെന്നും അവ സദയം പുറത്ത് തിരുത്തലുകൾക്ക് സഹായകമാവുന്ന നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി സഹകരിക്കണമെന്നും ചാനലിൻ്റെ മാന്യ പ്രേക്ഷകരോട് എ പി ജോയി അഭ്യർത്ഥിച്ചു. അതോടൊപ്പം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോഗ്രാഫി സംബന്ധമായ വാർത്തകൾ 9656789009 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തന്നാൽ അത് സംബന്ധമായ വിശദ വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്തി ചാനലിൽ സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ സൗകര്യം പോലെ വോയിസ് മെസ്സേജായോ ടെക്സ്റ്റ് മെസ്സേജായോ വിവരങ്ങൾ വാട്സാപ്പിൽ പങ്കുവയ്ക്കാവുന്നതാണ്. ചിത്രങ്ങളോ വീഡിയോകളോ കൂടി ഉൾപ്പെടുത്തുന്നത് ഉചിതമായിരിക്കും. ഈ ഫോൺ നമ്പറിൽ മെസ്സേജ് മാത്രം ചെയ്യുക. വിവരങ്ങൾ അയക്കുന്ന ആളുടെ പേരും ബന്ധപ്പെടേണ്ട നമ്പറും കൂടി മെസ്സേജിനോടൊപ്പം സൂചിപ്പിക്കുക. നിങ്ങൾ വാട്സാപ്പിൽ പങ്കുവയ്ക്കുന്ന വിവരങ്ങളിൽ സംപ്രേഷണ യോഗ്യമായ വാർത്തകൾ ചാനലിൽ തീർച്ചയായും അവതരിപ്പിക്കുന്നതായിരിക്കും. ചാനലിൽ ആഴ്ചയിൽ 3 പ്രോഗ്രാമുകളാണ് സംപ്രേഷണം ചെയ്യുക. തിങ്കളാഴ്ച ദിവസങ്ങളിൽ ട്യൂട്ടോറിയലും ബുധനാഴ്ച ക്യാമറ സംബന്ധമായ റിപ്പോർട്ടും ശനിയാഴ്ച വൈകിട്ട് വാർത്തയും എന്ന രീതിയിലാണ് വിവിധ പ്രോഗ്രാമുകളുടെ സംപ്രേഷണം ക്രമീകരിച്ചിരിക്കുന്നത്. വാർത്തകളിലേക്ക് വരാം. ഇനി ലൈറ്റുകളുടെ ആംഗിൾ ദൂരെ നിന്ന് നിങ്ങൾക്ക് നിയന്ത്രിക്കാം. കേൾക്കുമ്പോൾ കൗതുകം തോന്നും. ഫോട്ടോഗ്രാഫി ലൈറ്റുകൾ പ്രവർത്തിപ്പിക്കുമ്പോൾ പലതരം വെല്ലുവിളികൾ നേരിടാറുണ്ട്. സബ്ജക്റ്റ് മാറ്റുമ്പോൾ ലൈറ്റിംഗ് മാറ്റേണ്ടി വരുന്നതും മാനുവൽ ക്രമീകരണങ്ങളിൽ ആവശ്യമായ മാറ്റം വരുത്തേണ്ടി വരുന്നതും ഫോട്ടോഗ്രാഫർമാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഫാൽകാം നിർമ്മാണ കമ്പനി പുതിയതായി അവതരിപ്പിച്ചിരിക്കുകയാണിപ്പോൾ. കമ്പനിയുടെ ഏറ്റവും പുതിയ റിലീസായ മൂവ് ലൈറ്റ് ഗോയിലൂടെ ആ കാര്യങ്ങൾ നിഷ്പ്രയാസം ചെയ്യാൻ സാധിക്കുമെന്നത് ഫോട്ടോഗ്രാഫർക്ക് അനുഗ്രഹമാണ്. മൂവ് ലൈറ്റ് ഗോ നിങ്ങളുടെ ലൈറ്റ് സ്റ്റാൻഡിലേക്ക് ഒരു മോട്ടറൈസ്ഡ് ഹെഡ് ചേർക്കുന്നു. ഇതിൻ്റെ ആംഗിൾ ക്രമീകരണങ്ങൾ നിങ്ങൾക്ക് റിമോട്ട് ആക്സസ് വഴി നിർവഹിക്കാൻ കഴിയുമെന്നതാണ് ഇതിൻ്റെ സവിശേഷത. മറ്റൊന്ന്, ഫ്യൂജി ഫിലിമിൻ്റെ GFX 100 RF എന്ന പുതിയ മീഡിയം ഫോർമാറ്റ് ക്യാമറ വിപണിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഫ്യൂജിയുടെ മറ്റ് മീഡിയം ഫോർമാറ്റ് ക്യാമറകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ക്യാമറയാണ് GFX 100 RF നിർമ്മിച്ചിരിക്കുന്നതെന്ന് ഫ്യൂജി ഫിലിം സീനിയർ മാനേജർ മക്കോട്ടോ ഒയിഷി പറഞ്ഞു. GFX 100-2ഉം 100S-2ഉം തമ്മിൽ പ്രധാനമായും ലാൻഡ്സ്കേപ്പുകൾ, പോർട്രേറ്റുകൾ അല്ലെങ്കിൽ വാണിജ്യ ചിത്രങ്ങൾ എടുക്കുന്ന നിലവിലെ GFX ഉപഭോക്താക്കളെ ലക്ഷ്യം വെച്ചാണ് ഈ ക്യാമറ അവതരിപ്പിച്ചിരിക്കുന്നത്. കഴിയുന്നത്ര ചെറുതും ഭാരം കുറഞ്ഞതുമായാണ് ഈ ക്യാമറ വികസിപ്പിച്ചതെന്ന് മൊക്കാട്ടോ ഒയിഷി പറഞ്ഞു. ഒരു ആഡംബര ക്യാമറയുടെ ഗണത്തിൽപ്പെടുത്താവുന്ന തരത്തിലാണ് ഇതിൻ്റെ രൂപകൽപ്പന. അതിൻ്റെ കൺട്രോളും റേഞ്ച് ഫൈൻഡർ സ്റ്റൈലിങ്ങും ഒക്കെ വെച്ച് നോക്കുമ്പോൾ GFX 100 RFൻ്റെ ഒരു വലിയ X100-6 പോലെയാണ് തോന്നുക. എന്നിരുന്നാലും മറ്റ് ക്യാമറകളുമായി സാമ്യമുള്ള ഒരു ക്യാമറ രൂപകൽപ്പന ചെയ്യാൻ കമ്പനി തീരുമാനിച്ചിരുന്നില്ല. X100-6നെ അപേക്ഷിച്ച് GFX 100 RF വളരെ വിലയേറിയ ക്യാമറയാണ്. തുടക്കത്തിൽ ക്യാമറയുടെ വില അല്പം കൂടുതലായിരിക്കുമെന്ന് ഫ്യൂജി ഫിലിം സീനിയർ മാനേജർ പറഞ്ഞു. ഇതുവരെയും വില പ്രഖ്യാപിച്ചിട്ടുമില്ല. മറ്റൊരു വാർത്ത, ചൈനയിൽ നിന്ന് ഇതാ ഒരു പുതിയ ലെൻസ് കമ്പനി രംഗത്തെത്തിയിരിക്കുന്നു. സോങ്റോ എന്ന പുതിയ കമ്പനിയാണ് ക്യാമറ ലെൻസുകളുടെ ലോകത്തേക്ക് കടന്നു വന്നിരിക്കുന്നത്. ഇവരുടെ ആദ്യ ലെൻസ് സോങ്റോ 50mm f1.2 ഇതിനോടകം പുറത്തിറങ്ങിക്കഴിഞ്ഞു. മിറർലെസ് ക്യാമറകൾക്കായി കൂടുതൽ ഓട്ടോ ഫോക്കസ് ലെൻസ് ഓപ്ഷനുകൾ വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് സോങ്റോയുടെ വരവ്. സമർപ്പണത്തോടെ നിർമ്മിച്ചത് നിങ്ങളുടെ അഭിനിവേശത്തെയും സ്നേഹത്തെയും ബഹുമാനിക്കുന്നു എന്നാണ് കമ്പനി പുറത്തുവിട്ടിരിക്കുന്ന മുദ്രാവാക്യം. ആദ്യത്തെ ചൈനീസ് 50mm f1.2 ഫുൾ ഫ്രെയിം ഓട്ടോ ഫോക്കസ് മിറർലെസ് ലെൻസാണ്. ഈ വേഗതയേറിയ ലെൻസ് എന്ന രീതിയിലാണ് കമ്പനി പ്രഖ്യാപിച്ചിരിക്കുന്നത്. വില കുറഞ്ഞ ബ്ലോക്ക് ലെൻസ് ആയതിനാൽ നന്നായി വിറ്റഴിക്കപ്പെടാൻ ഇടയുണ്ട്. ലെൻസിൽ 13 അപ്പർച്ചർ ബ്ലേഡുകളുണ്ട്. ഇത് മനോഹരമായ ബൊക്കെ വാഗ്ദാനം ചെയ്യുന്നുവെന്ന് സോങ്റോ ഉറപ്പ് നൽകുന്നു. ഇനി ഒരു കാർഡ് റീഡറിൻ്റെ വാർത്തയാണ്. പ്രോ ഗ്രേഡിൻ്റെ ഏറ്റവും പുതിയ ഫോണിൽ ഘടിപ്പിക്കാവുന്ന കാർഡ് റീഡർ പുറത്തിറങ്ങി. സ്റ്റോറേജ് കൂടുതൽ പോർട്ടബിൾ ആക്കുന്നതിനായി പ്രോഗ്രേഡ് ഡിജിറ്റൽ 3 പുതിയ ഉൽപ്പന്നങ്ങൾ പ്രഖ്യാപിച്ചു. വേഗതയും മികച്ച വിശ്വാസ്യതയും വാഗ്ദാനം ചെയ്യുന്ന ഉയർന്നതും ഒതുക്കമുള്ളതുമായ 2 SSD കാർഡുകളും അവ 4K 120p റെക്കോർഡിംഗ് അൺലോക്ക് ചെയ്യുന്നതിനായി iPhone 16 വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ള മെമ്മറി കാർഡ് റീഡറുമാണ് കമ്പനി പുറത്തിറക്കിയത്. പ്രോഗ്രേഡ് CF എക്സ്പ്രസ് ടൈപ്പ് എ മൊബൈൽ റീഡർ സ്മാർട്ട് ഫോൺ ക്യാമറകൾക്ക് മികച്ച വീഡിയോ നിലവാരം നൽകാൻ ഇവയ്ക്ക് സാധിക്കും. അതുകൊണ്ടാണ് പല കണ്ടന്റ് ക്രിയേറ്റേഴ്സും വീഡിയോ റെക്കോർഡ് ചെയ്യാൻ അവരുടെ ഫോണുകളെ മാത്രം ആശ്രയിക്കുന്നത്. എന്നാൽ ആ ഫയലുകൾ വേഗത്തിൽ ശേഖരിക്കാൻ സ്റ്റോറേജിനൊരു പരിഹാരമാണ് പ്രോഗ്രേഡ് CF എക്സ്പ്രസ് കാർഡുകൾ. രണ്ടാമത്തെ പ്രോഗ്രേഡ് PGM12 കാർഡ് റീഡർ ഒരു സിംഗിൾ സ്ലോട്ട് CF എക്സ്പ്രസ് ടൈപ്പ് A റീഡറാണ്.
കൂടുതൽ ഒതുക്കമുള്ള പൂർണ്ണ വലുപ്പത്തിലുള്ള കാർഡ് റീഡറുകളുടെ അതേ പ്രകടനം വാഗ്ദാനം ചെയ്യുന്നുവെന്ന് പ്രോഗ്രേഡ് പറയുന്നു. ഇത് മെയ് മാസം മാർക്കറ്റിലെത്തും. 2000 രൂപയ്ക്ക് താഴെയാവും വില. മറ്റൊരു വാർത്ത, കോൺക്രീറ്റ് വിഷയത്തിൽ ഫോട്ടോഗ്രഫി മത്സരം. ഫോട്ടോഗ്രഫി മത്സരങ്ങൾക്ക് സാധാരണയായി ഒരു പ്രത്യേക കേന്ദ്ര വിഷയമോ മാർഗനിർദ്ദേശ വിഷയമോ ഉണ്ടായിരിക്കും. പക്ഷേ GCCA അവതരിപ്പിക്കുന്ന ഫോട്ടോഗ്രഫി മത്സര വിഷയം തികച്ചും വ്യത്യസ്തമാണ്. കോൺക്രീറ്റ് ഇൻ ലൈഫ് എന്നതാണ് മത്സര വിഷയം. അതായത് കെട്ടിട നിർമ്മിതികളിലെ കോൺക്രീറ്റ് വസ്തുക്കളുടെ ഫോട്ടോഗ്രഫി മത്സരം. ഗ്ലോബൽ സിമെന്റ് ആൻഡ് കോൺക്രീറ്റ് അസോസിയേഷൻ GCCA ആണ് ഈ ഫോട്ടോഗ്രഫി മത്സരം സംഘടിപ്പിച്ചത്. ലോകമെമ്പാടുമുള്ള കോൺക്രീറ്റിന്റെ സൗന്ദര്യവും അനിവാര്യതയും എടുത്തു കാണിക്കാൻ വേണ്ടിയാണ് ഈ മത്സരം നടത്തിയത്. 20,000-ലധികം എൻട്രികൾ ലഭിച്ചു. മത്സരത്തിന്റെ 6ാം വാർഷികത്തിൽ വിജയികളെ പ്രഖ്യാപിച്ചു. പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർമാരും സ്മാർട്ട് ഫോൺ ഫോട്ടോഗ്രാഫർക്കും ഈ മത്സരത്തിൽ പങ്കെടുക്കാമായിരുന്നു. $5,000 മുതൽ $10,000 വരെയാണ് വിജയികളെ കാത്തിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ GCCA കോൺക്രീറ്റ് ഇൻ ലൈഫ് വെബ്സൈറ്റിൽ ലഭിക്കും. മറ്റൊരു കൗതുകകരമായ വാർത്ത, വനിതാ ഫോട്ടോഗ്രാഫർമാർ ഫീൽഡിൽ തിളങ്ങുന്നു. ഫോട്ടോഗ്രഫിയിൽ സ്ത്രീകളുടെ സംഭാവനകളെക്കുറിച്ചും ചില സന്തോഷ വാർത്തകൾ വരുന്നുണ്ട്. ഫോട്ടോഗ്രഫിയിൽ സ്ത്രീകളുടെ സാന്നിധ്യം പൊതുവെ കുറവാണെന്ന പതിവിന് മാറ്റം വരികയാണ്. 2023 ലോകത്തിലെ പ്രധാന പത്രങ്ങളിലെ 1ാം പേജ് ചിത്രങ്ങളിൽ 21.5% സ്ത്രീകൾ എടുത്ത ഫോട്ടോകളാണ് എന്ന് വിമൻസ് ഫോട്ടോഗ്രാഫ് നടത്തിയ ഒരു പഠനത്തിൽ കണ്ടെത്തി. ഫോട്ടോഗ്രഫി വിദ്യാർത്ഥികളിൽ ഏകദേശം 3/4 സ്ത്രീകളാണെങ്കിലും ലോകമെമ്പാടുമുള്ള പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർമാരിൽ 15% മാത്രമേ സ്ത്രീകളുള്ളൂ എന്ന് യൂറോ ന്യൂസ് 2022 റിപ്പോർട്ട് ചെയ്തു. ഇൻസ്റ്റാഗ്രാമിലും മറ്റും ഫോട്ടോഗ്രഫി പിന്തുടരാൻ അധികവും വനിതകളാണ്. അതിനാൽ പ്രിയപ്പെട്ട വനിതാ ഫോട്ടോഗ്രാഫർമാരെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇവിടെ പങ്കിടാൻ മടിക്കേണ്ട. മറ്റൊരു വാർത്ത, ഫോട്ടോഗ്രാഫർമാർ ഒരു പെൺകുട്ടിയുടെ വിവാഹം ഭംഗിയായി നടത്തിക്കൊടുത്തു. എത്രയോ വിവാഹങ്ങൾ കണ്ട ഫോട്ടോഗ്രാഫർമാരുടെ പുതിയൊരു കാൽവെപ്പായി മാറി അവർ നടത്തിക്കൊടുത്ത വിവാഹം. പാവപ്പെട്ട കുട്ടിയെ തങ്ങളുടെ കുഞ്ഞനുജത്തിയായി കണ്ട് ഫോട്ടോഗ്രാഫേഴ്സ് എല്ലാവരും ചേർന്ന് സഹായിച്ച് അവരുടെ വിവാഹം നടത്തി. വിവാഹത്തിന് പണമില്ലാതെ വിഷമിച്ചിരിക്കുമ്പോഴാണ് സഹായഹസ്തവുമായി ഫോട്ടോഗ്രാഫർമാർ എത്തിയത്. 4 വാട്സപ്പ് ഗ്രൂപ്പുകളുടെ അംഗങ്ങളാണ് ഇതിന് മുന്നോട്ട് വന്നത്. ലെജൻസ് ഹബ്, പ്ലാൻ ബി, സേവ് ലൈഫ്, ഫോട്ടോ പീപ്പിൾ എന്നീ 4 വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയാണ് ഫണ്ട് സമാഹരിച്ച് വിവാഹം നടത്തി മാതൃകയായത്. സജീവൻ മണ്ണത്തൂർ, അനീഷ് കാണക്കാരി, ഹമദിൻ ബാവ, ജിതേഷ് ഏറ്റുമാനൂർ, അരുൺ വിജയൻ, അഫ്സൽ ഒലിവ് തുടങ്ങിയവർ വിവാഹ ഒരുക്കങ്ങൾക്ക് നേതൃത്വം നൽകി. വധുവിന് ആവശ്യമായ 3 പവന്റെ സ്വർണം, വെഡ്ഡിംഗ് കാർ, മേക്കപ്പ്, സ്റ്റേജ്, 500 പേരുടെ സദ്യ, ഫോട്ടോഗ്രഫി തുടങ്ങിയ എല്ലാ ചെലവുകളും ഫോട്ടോഗ്രാഫർമാർ വഹിച്ചു. ഇത് മറ്റുള്ളവർക്കും ഫോട്ടോഗ്രഫി സംഘടനകൾക്കും ഒരു മാതൃകയാണ്. ഇനി അടുത്ത ശനിയാഴ്ച 7-ന് പുത്തൻ വാർത്തകളുമായി കാണാം. ഗുഡ് ബൈ. ഫോട്ടോഗ്രഫി സംബന്ധമായ പ്രധാന വാർത്തകളും കൗതുകങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ ഞെക്കാനും മറക്കരുത്. ഈ വിവരങ്ങൾ മറ്റുള്ളവർക്കും ലഭ്യമാകുവാൻ ഈ വാർത്തകൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി ശ്രമിക്കുക. ഈ ചാനൽ ശ്രദ്ധിച്ചതിന് നന്ദി. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.